എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് ഭയപ്പെടാതെ ജീവിക്കുക എന്നുള്ളത്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദണ്ഡിപ്പിക്കുന്ന ഒന്നാണ് ഭയം. പലരും ഭയത്തിനടിമയാണ്. ഭയം വർദ്ധിച്ച് പലരുടെയും മാനസിക നില വരെ തകർന്നുപോയ ചരിത്രം നാം കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് 56-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യമാണ് ധ്യാനിക്കാൻ പോകുന്നത്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ആഴമേറിയ ദൈവാശ്രയമാണ്. ദൈവത്തിൽ ആശ്രയിക്കാത്തവന്റെ ചരിത്രവും ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ചരിത്രവും പ്രവാചകനായ യിരെമ്യാവ് 17-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ ആശ്രയിക്കാത്ത ഒരു മനുഷ്യൻ ഉണങ്ങിപ്പോകുന്ന ഒരു വൃക്ഷത്തോട് സമനായി കാണിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഉഷ്ണം തട്ടിയിട്ടും വാടിപ്പോകാത്ത ഒരു വൃക്ഷത്തോടെ അവിടെ പ്രവാചകൻ ഉപമിക്കുകയാണ്. ആഴമേറിയ ദൈവാശ്രയം ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം അവൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഇന്ന് വചനം കേൾക്കുമ്പോൾ ആരൊക്കെയോ മനുഷ്യരെ ഭയപ്പെടുന്നത് കാണുകയാണ്. നിന്റെ അടുത്ത് പാർക്കുന്നവരാകാം, നിന്റെ അടുത്ത ബന്ധുവാകാം, അടുത്ത സ്നേഹിതനാകാം. വൈരാഗ്യത്തോടെ കലിതുള്ളി നിനക്ക് വിരോധമായി നിഗൂഢമായ പദ്ധതികൾ മെടഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മാനുഷിക ഭയങ്ങളെ കാണുകയാണ്. സദൃശ്യവാക്യത്തിൽ വാക്യമുണ്ട്, മാനുഷിക ഭയം ഒരു കെണിയാകും. ഒരിക്കലും രക്ഷപ്പെടാത്ത കെണിക്കകത്ത് കൊണ്ടുബന്ധിച്ച് ഒരു മാനുഷിക ഭയത്തിനെ ഉടമയാക്കി മാറ്റുവാൻ പിശാച് കുതന്ത്രങ്ങൾ അഴിച്ചുവിടുമ്പോൾ, ഭക്തനായ ദാവീദ് വിളിച്ചു പറഞ്ഞതുപോലെ നമുക്കൊന്നിച്ചു പറയാം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. പൂർണ്ണമായ ദൈവാശ്രയമാണ് ഭയത്തെ ജയിക്കുവാനുള്ള ഏക വഴി. നമുക്കൊന്നിച്ച് കണ്ണുകളെ അടച്ച് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാം, സകല ഭയങ്ങളെയും ജയിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നിന്ന് നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അവരെ അലട്ടുന്ന സകല ഭയചിന്തകളും അവരെ വിട്ട് മാറിപ്പോകട്ടെ. അവരുടെ ജീവിതം ധന്യമാകട്ടെ. അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിയണം. ആഴമേറിയ ദൈവപ്രവൃത്തി അവരിലേക്ക് അയക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ഭയങ്ങളെ ജയിക്കുവാൻ ആഴമേറിയ ദൈവാശ്രയം വേണം. ദൈവത്തിൽ ആശ്രയിക്കാം. ഗോഡ് ബ്ലസ് യു.